എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഔട്ട്ഡോർ വീഡിയോ, അതിന് ഒരു ചെറിയ ട്രാവലിംഗ് വീഡിയോ എന്ന രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനുള്ളത് UK-യിലാണ്. UK-യിലെ മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൽബർട്ട് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആ പാർക്ക്. അപ്പോൾ ആ പാർക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ ദൃശ്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് രാവിലെ തുറന്നിട്ട് ഒരു 11:45 ആകുമ്പോഴേക്കും ഇത് അടയ്ക്കും. ഇതിൻ്റെ ഫുൾ മാപ്പാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നമുക്ക് സൈക്ലിങ്ങിനും അതുപോലെ നമുക്ക് ജോഗിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു റോഡാണിത്. അപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് ഈ റോഡ്. ഇതിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ റോഡ് നിൽക്കുന്നത്. നമുക്കിവിടെ ടിക്കറ്റ് എടുത്താൽ മീൻ പിടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ലോക്ക്ഡൗൺ കാരണം എല്ലാം നിർത്തി വെച്ചേക്കുകയാണ്. ഇതിനൊക്കെ എന്ത് വലിപ്പം നോക്കി. പേടിയെന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് തോന്നുന്നു. ഇതിന്റെ 3 കുഞ്ഞുങ്ങൾ. എന്തൊരു ഭംഗിയാണ്. 3 കുഞ്ഞുങ്ങൾ. ഇതുങ്ങൾക്ക് ഒന്നിനും ഒരു പേടിയില്ല കേട്ടോ. പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എന്തൊരു ഭംഗിയിൽ അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ത് രസമല്ലേ കാണാൻ തന്നെ. അയ്യോ, അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി ആ വീഡിയോ. എന്തൊരു ഭംഗിയാ കിളി പറഞ്ഞത് കാണാൻ. ഇത് ഇവിടുത്തെ നാഷണൽ സൈക്ലിംഗ് അസോസിയേഷൻ സ്ഥാപിച്ചേക്കുന്ന ഒരു ഫലകമാണ്. ഇത് ഈ പാർക്കിൻ്റെ സെൻട്രൽ ഭാഗമാണ്. നോക്കോ, ഏക്കർ കണക്കിനാണ് കിടക്കണേ. ഇങ്ങനെ വെറുതെ കിടക്കുന്നതായാലും എന്ത് വൃത്തിയായിട്ടാണ് നോക്കി അവർ സൂക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊരു പാർക്കാണെങ്കിൽ കുറേ പേപ്പറും കുറേ സിഗരറ്റൂറ്റിയും കുറേ കുപ്പികളും എല്ലാം വാരി ആൾക്കാർ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവരൊക്കെ എന്ത് സൂക്ഷിച്ച് കൊണ്ടു കിടക്കുന്നത് എങ്ങനെയാണ്. ഇത്രയും വലിയ പാർക്കാണ്, എന്നിട്ട് തന്നെ നീറ്റാണ് നോക്ക്. ഇതിൻ്റെ ഇപ്പോൾ ഏത് മൂലയിൽ പോയാലും ഇതുപോലെ നീറ്റായിരിക്കും. ഇത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ആൾക്കാർ എന്ത് പറഞ്ഞാലും അനുസരിക്കും, അതുപോലെ തന്നെ ചെയ്യും. നിയമമായിട്ട് പോകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും, ഞാനും ഉൾപ്പെടെ.
ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഫൗണ്ടൻ. ഇത്രയും വലിയ പറക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. ഇതിൻ്റെ എല്ലാ സ്ഥലത്തും നമുക്ക് പോയി നോക്കാനും പോലും പറ്റുന്നില്ല. പോയ വഴിയും തെറ്റും. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ മരങ്ങൾ നിൽക്കുന്ന കാണാൻ തന്നെ. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ്. വിൻ്റർ ആകുമ്പോൾ ഈ ഇലയൊക്കെ ഒരു പഴുത്ത് പല പല കളറിൽ വരും, ഓറഞ്ച് മഞ്ഞ കളറിലൊക്കെ. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഈ പാർക്കിൽ വന്നപ്പോൾ അങ്ങനെ കണ്ടായിരുന്നു. അത്ര നല്ല ഭംഗിയാണ്. ഈ ഗ്രൗണ്ട് കിടക്കണുണ്ടോ, ഇതുപോലെ ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഈ ഒരു സ്ഥലം ഇങ്ങനെ പാർക്കാക്കി എടുത്തതാണ് നിങ്ങൾ ഓർക്കണം. ഇത്രയും മരങ്ങളും പിടിപ്പിച്ച്
ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും കാലങ്ങളായിട്ട് കൊണ്ടുവന്ന് നടക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. തുടങ്ങുമ്പോൾ നല്ലതായിരിക്കും, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ നോക്ക്. ഇതിപ്പോൾ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഈ പാർക്ക് മൊത്തത്തിൽ കാണാനാണെങ്കിൽ ഒരു ദിവസം ഫുള്ളും വേണ്ടി വരും. ഈ പാർക്കിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ തരാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഇതുപോലെ ഈ മിഡിൽസ്ബ്രോയിലുള്ളവർക്കോ അല്ലെങ്കിൽ UK-യിലുള്ളവർക്കോ ഈ പാർക്ക് കാണണമെങ്കിൽ ഇവിടെ വരാം. ഇത് മിഡിൽസ്ബ്രോ ടൗണിൽ തന്നെയാണ് ഈ പാർക്ക് ഇരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും അത്ഭുതം. ഇത് ടൗണിൽ തന്നെയാണ് ഇത്രയും വലിയൊരു പാർക്ക്. അപ്പോൾ എല്ലാവരും മിഡിൽസ്ബ്രോ ഉള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്കുക, കാണുക. നല്ല അടിപൊളി പാർക്കാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും വരാൻ കഴിയില്ല. രാവിലെ തുറന്നാൽ 11:45 രാവിലെ 11:45 അടയ്ക്കും. അത് രാവിലെ തുറക്കും, പക്ഷേ ഒരു 11:45 അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഫുൾ ടൈം തുറന്നിടുന്നതാണ്.